പീരക്കറി. അതിപ്പോൾ ഏത് മീൻ വെച്ചുണ്ടാക്കിയതായാലും അത് നമ്മൾ മലയാളികൾക്ക് ഒരു വികാരമാണ്. നമ്മളിന്ന് നാടൻ ചാളപ്പീര ഉണ്ടാക്കാൻ പോവുകയാണ്. ചാളമീനിന് മത്തി എന്ന് പറയുന്നൊരു പേരും കൂടി ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി ഈ ചാളയും മത്തിയും കൂടാതെ ഈ മീൻ മറ്റേതെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാമോ? എന്തായിരുന്നാലും നാവിൽ കൊതിയൂറുന്ന നാടൻ ചാളപ്പീരയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ നാടൻ ചാളപ്പീരയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ ചാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോ ചാള എന്ന് പറയുമ്പോൾ അതിൻ്റെ തലയും വാലൊക്കെ പോയതിന് ശേഷം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം 650 ഗ്രാമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്തിരിക്കുന്ന ചാള ആദ്യം നല്ല രീതിയിൽ കഴുകിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ പണി. അങ്ങനെ കഴുകി വൃത്തിയാക്കിയ ചാളയെ ഇതുപോലെ വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അങ്ങനെ മൊത്തം മുറിച്ചതിന് ശേഷം ഇതിനെ വീണ്ടും ഒന്നുകൂടി നല്ലപോലെ കഴുകിയെടുക്കുക. ഇതിൻ്റെ ഒപ്പം ഒരു പാത്രത്തിലേക്ക് കൊടംപുളി ഒരു 10 കഷ്ണമെങ്കിലും മിനിമം വേണം. അതൊരു 12-13 ആയാലും കുഴപ്പമില്ല, കാരണം പീരയ്ക്ക് അത്യാവശ്യം നല്ല പുളിയുള്ളതാണ് എപ്പോഴും നല്ലത്. പാത്രത്തിലേക്ക് കൊടംപുളി എടുത്ത് വെള്ളമൊഴിച്ച് വയ്ക്കുക. അതിൻ്റെ ഒപ്പം നമുക്കിനി ഇതിനാവശ്യമായ മറ്റ് സാധനങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ആദ്യമേ നമുക്ക് ഈ പീര വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം, സാധാരണ അതിന് നമ്മൾ മൺചട്ടിയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് തവയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ എന്തായാലും മൺചട്ടിയുണ്ട്, അതുകൊണ്ട് മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ മീൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ പച്ചമുളക് ഒരു 2-3 എണ്ണം അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എന്തായാലും പച്ചമുളക് എന്ന് പറഞ്ഞാലും ചുവപ്പും മഞ്ഞയൊക്കെയുള്ള കളറുള്ള ഇച്ചിരി പഴുത്ത മുളകാണ് നമ്മളിടുന്നത്. അപ്പോൾ അതിട്ട് വയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കഴുകി വച്ചിരിക്കുന്ന ആ പുളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് എന്തെല്ലാം ചേരുവകളാണ് മറ്റ് വേണ്ടത് എന്ന് നോക്കാം. ഇതൊക്കെയാണ് അതിന് വേണ്ടുന്ന ചേരുവകൾ. തേങ്ങ ഒരു പകുതി മുറി തേങ്ങ വേണം. അതുപോലെ പച്ചമുളകല്ല, ഏറ്റവും നല്ലത് കാന്താരി ഉണ്ടെന്നുണ്ടെങ്കിൽ കാന്താരിയാണ് നല്ലത്. കാന്താരി ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഒരു 8-10 ഉണ്ട്. അത് ഒരു 10-12 ആയാലും കുഴപ്പമില്ല, നിങ്ങളുടെ എരിവിനോടുള്ള താല്പര്യം പോലെ കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ ചുവന്നുള്ളി പൊളിച്ചത് ഒരു പിടുത്തം വേണം. അതുപോലെ ഒരു 2 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി പൊളിച്ചത് ഒരു 7-8 കഷ്ണം കിട്ടാൻ പാകത്തിന്. അതുപോലെ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില 2-3 ഇതളുകൾ. ഇത്രയുമാണ് നമുക്ക് ഇതിന് വേണ്ടി വരുന്ന സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഇതിൽ നിന്ന് ഈ തേങ്ങ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനം കൂടി ഇട്ട് മിക്സിക്കകത്ത് ഒന്ന് ചതച്ചെടുക്കുക. അത്രയും മതി, ഒട്ടും അരഞ്ഞു പോകരുത്. അതിനുശേഷം മിക്സി തുറന്നതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ള തേങ്ങ കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ മിക്സി ഒന്ന് കറക്കുക. ഇനി ഈ അരപ്പ് എടുത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത് വച്ചിരിക്കുന്ന മീനിലേക്ക് ഇടുക. അതുപോലെ ഈ മിക്സി കഴുകി ആ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം കൂടിപ്പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. ഇതിൽ ഈ കാണുന്ന രീതിയിൽ വെള്ളം കിടക്കാൻ പാകത്തിന് ആ ഒരു പരുവത്തിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനെ നല്ലപോലെ ഇളക്കി അടുപ്പിലേക്ക് വയ്ക്കാം. അടുപ്പിൽ വെച്ച് തീ കത്തിച്ച ശേഷം ഇത് മൂടി വയ്ക്കുക. ഇതിന് ഒരു 20 മിനിറ്റ് സമയത്തോളം വേവാൻ വേണ്ടി വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തിളയ്ക്കുന്ന കാണാൻ പറ്റും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേക്കുക. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും വെള്ളമൊക്കെ വറ്റി ഈ പരുവത്തിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ പീര റെഡി ആയിരിക്കുകയാണ്. ഇനി കുറച്ച് ചൂട് ചോറെടുത്തിട്ട് അതിലേക്ക് ഈ പീര ഇട്ടിട്ട് വേറെ ഒരു കറിയുമില്ലാതെ ഇത് മാത്രം കൂട്ടി അങ്ങ് കഴിച്ചാൽ വയറ് നിറച്ച് ചോറുണ്ണാം. അങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ അന്തസ്. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഒരു സന്തോഷ വാർത്ത. നമ്മളുടെ ഈ ചാനലിലെ കുക്കീസ് എന്ന ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ കുക്കിംഗ് ടാലൻറ്റ്സ് വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ വീഡിയോയ്ക്ക് താഴെ കമൻസ് ആയിട്ട് അറിയിക്കുകയോ ചെയ്യുക. ഇനി നിങ്ങളുടെ കഴിവുകൾ ലോകം കാണട്ടെ.